പഞ്ചാബ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ബി.ജെ.പിക്ക് വമ്പൻ വിജയമാണ് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഈ വിജയം ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് എന്നതാണ് വാസ്തവം. പഞ്ചാബിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചപ്പോൾ ബി.ജെ.പിയുടെ വിജയം 3 ഇരട്ടിയാവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രതിപക്ഷ പാർട്ടികളെ തെല്ലൊന്നുമല്ല അസ്വസ്ഥതപ്പെടുത്തുന്നത് എന്നതാണ് സമീപ ദിവസങ്ങളിലായി തന്നെ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വ്യാജ പ്രചരണങ്ങൾ നടത്തി ബി.ജെ.പിയെ തളർത്താനുള്ള ഇവരുടെ നീക്കം, ഇതിന് പിന്നിലെ വലിയ രീതിയിലുള്ള ഒരു ഗൂഢശ്രമങ്ങൾ, അതെല്ലാം ഇവിടെ പൊലിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ബാലറ്റ് പേപ്പർ ആയാലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രമായാൽ പോലും ബി.ജെ.പി തന്നെ എന്നതാണ് ഇവിടെ ഇവർ തെളിയിച്ചിരിക്കുന്നത്. പഞ്ചാബിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചപ്പോൾ ബി.ജെ.പിയുടെ വിജയം 3 ഇരട്ടിയായി തന്നെ കുതിച്ചുയരുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ പഞ്ചാബിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചപ്പോൾ ബി.ജെ.പിയുടെ വിജയം കുറഞ്ഞു പോയി എന്ന ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ഇടത് പാർട്ടികളുടെയും പ്രചരണം ഒക്കെ തന്നെ ഇവിടെ ഒരൊറ്റ അടിക്ക് തന്നെ ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന കാഴ്ചയാണ് കാണുന്നത്. 2021 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചതിനേക്കാൾ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചതിനേക്കാൾ 3 ഇരട്ടിയായി അധിക വിജയമാണ് 2026 ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചപ്പോൾ ബി.ജെ.പിക്ക് നേടാൻ സാധിച്ചിരിക്കുന്നത്. ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചപ്പോൾ പഞ്ചാബിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് മിന്നും വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. 2021 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചായിരുന്നു പഞ്ചാബിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടത്തിയത്. അന്ന് ലഭിച്ചതിനേക്കാൾ 3 ഇരട്ടി സീറ്റുകളാണ് 2026 ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ പഞ്ചാബിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അത് വർദ്ധിപ്പിക്കാൻ സാധിച്ചത്. 3 ഇരട്ടിയായി വിജയം ഇവിടെ കരസ്ഥമാക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. മാത്രമല്ല 2021 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് പഞ്ചാബിൽ നടത്തിയ തിരഞ്ഞെടുപ്പിൽ 49 സീറ്റുകളായിരുന്നു ബി.ജെ.പിക്ക് ലഭിച്ചത്. എന്നാൽ 2026 എത്തുമ്പോൾ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി.ജെ.പിയുടെ ആകെ സീറ്റ് 170 തന്നെ ഉയർന്നു. ചരിത്രത്തിൽ ആദ്യമായി തന്നെ അബോഹർ ആ ഒരു കോർപ്പറേഷനും ബി.ജെ.പി പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. 50 സീറ്റിൽ 28 ഇടത്ത് പോലും വിജയിച്ചുകൊണ്ടാണ് ബി.ജെ.പി ആകട്ടെ കോർപ്പറേഷനിൽ വലിയ തേരോട്ടം നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കവേ തന്നെ പഞ്ചാബിൽ ഉടനീളം ബി.ജെ.പിയുടെ സ്വാധീനം വർദ്ധിക്കുകയാണ് എന്ന് തെളിയിക്കുന്ന ചില തിരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് ഇതോടുകൂടി തന്നെ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയാകുന്നത് മറ്റൊരു കാര്യവുമാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോഴാണ് ബി.ജെ.പിക്ക് നേട്ടമെന്ന പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടയിലായിരുന്നു ഇത്തരത്തിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിലും പാർട്ടി മുന്നേറ്റം നടത്തിയെന്ന വിലയിരുത്തൽ പുറത്തുവരുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 2021 നടന്ന തിരഞ്ഞെടുപ്പിനെ അതിനെ അപേക്ഷിച്ചുകൊണ്ട് 2026 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നേടിയ വിജയങ്ങളുടെ എണ്ണം ഏകദേശം ഇരട്ടിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചാൽ ബി.ജെ.പിയുടെ സ്വാധീനം കുറയുമെന്ന വാദങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്നതാണ് അനുകൂലമായിട്ടുള്ള മറ്റൊരു വസ്തുത. അതേസമയം ആം ആദ്മി പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇടത് പാർട്ടികൾ എന്നിവയുടെ ഭാഗത്തു നിന്നും തിരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് വ്യത്യസ്ത രാഷ്ട്രീയ വിലയിരുത്തലുകൾ ഉയർന്നു വന്നിരുന്നു. രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഒരു തിരഞ്ഞെടുപ്പിലെ ഫലം മാത്രം അടിസ്ഥാനമാക്കി ബാലറ്റ് പേപ്പറിനെയോ EVMനെയോ വിശ്വസ്തതയോ കുറിച്ച് അന്തിമ നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല. സ്ഥാനാർത്ഥികൾ, പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യം, സഖ്യങ്ങൾ, വോട്ടർ മനോഭാവം തുടങ്ങിയ നിരവധി ഘടകങ്ങളാണ് തിരഞ്ഞെടുപ്പ് ഫലത്തെ കൂടുതലായി തന്നെ സ്വാധീനിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.